ഹായ് ഓൾ, ഏവർക്കും എംപേപ്പർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ സിപിൻ നൂർത്തി. വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ദിവസമാണ് നിങ്ങളുടെ മുന്നിൽ വന്നെത്തി നിൽക്കുന്നത്. രണ്ടാം ഘട്ട കോമൺ പ്രിലിമിനറി ഡിഗ്രി ലെവൽ എക്സാം എഴുതാനിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അതിൽ കൂടുതലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തന്നെയാണ് ലക്ഷ്യം, അല്ലേ? അപ്പൊ നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷ കേവലം ഒരു പരീക്ഷയായി കാണരുത്. നിങ്ങളുടെ ഒരു വലിയ സ്വപ്നത്തിന്റെ ആദ്യ ഒരു കാൽവയ്പ് എന്ന് തന്നെ കരുതണം. സ്വാഭാവികമാണ്, ആശങ്കകളും സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടെന്നിരിക്കും. പ്രത്യേകിച്ച് സെക്കൻഡ് സ്റ്റേജ് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് തന്നെ മെയിൻസിന്റെ എക്സാം ഡേറ്റും PSC കൊണ്ടുവന്നത് ഉദ്യോഗാർത്ഥികളെ ഒരു രീതിയിൽ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് പരീക്ഷ എഴുതി അടുത്ത മെയിൻസിന് വേണ്ടിയിട്ട് മാത്രമായി കൂടുതൽ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിലിംസിനെ കുറിച്ച് ഉള്ള ഒരു ടെൻഷൻ ഒരു ഭാഗത്ത്, കൂടാതെ മെയിൻസിന് വേണ്ടി പഠിക്കാൻ അധികമായി സമയമില്ലല്ലോ എന്നുള്ള ഒരു ധാരണയും ഉണ്ടാക്കി കൊടുക്കാൻ PSCക്ക് വിജയകരമായി സാധിച്ചു എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ PSC ചെയ്തു വരാറില്ല. അതുകൊണ്ട് PSCയുടെ ഭാഗത്ത് നിന്ന് എത്രമാത്രം ദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ അത്രയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഉറക്കമിളച്ച് പഠിച്ചവരും, അല്ലേ, മനസ്സ് കടിച്ചു പിടിച്ച് പഠിത്തത്തിന് വേണ്ടി മാറ്റിവെച്ച സമയവും എല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തു തന്നെയായാലും ആത്മവിശ്വാസം, ഈ ഒരു പരീക്ഷ എഴുതിയെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ് വിജയത്തിലേക്കുള്ള ഒരു താക്കോൽ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ കഴിഞ്ഞ ഘട്ടത്തിൽ ഉദ്യോഗാർത്ഥികൾ എഴുതിയപ്പോൾ അവർക്കുണ്ടായ തെറ്റുകുറ്റങ്ങൾ, അതിനേക്കാളും വലിയ ദ്രോഹം PSCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അവർക്ക്. അതായത് 5 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടുകയും 3 പ്രധാന ചോദ്യങ്ങളുടെ ഉത്തരം തന്നെ മാറ്റിമറിച്ചു. സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികളുടെ അതായത് ഫൈനൽ കീ വന്നപ്പോൾ 3 മുതൽ 6 മാർക്ക് വരെ ശരാശരി ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഇപ്പോൾ മെയിൻസിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്, സെപ്റ്റംബർ മാസത്തിലാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കൂടുതലും പേപ്പർ 2ലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ നിർബന്ധമായി ശ്രമിക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ 1 ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പേപ്പർ 2ലെ ചില കാര്യങ്ങളും ഓക്കെയാണ്. ബട്ട് പേപ്പർ 2 കൂടുതൽ ഡീപ്പായിട്ട് ഫോക്കസ് ചെയ്ത് അവിടെ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം. കാരണം പേപ്പർ 2 ആണ് കടുകട്ടിയായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് എന്നാൽ പേപ്പർ 2 കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ ഏറ്റവും പുതിയ പ്രീമിയം ഫീച്ചർ കോഴ്സ് മറ്റൊരിടത്തും കിട്ടാത്ത രീതിയിൽ തന്നെ 999 ഓഫറിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഫിലിംസ് കടക്കുമോ എന്നുള്ള ഒരു ഭയത്താൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ മെയിൻസിന് വേണ്ടി ഇനി പഠിക്കണോ, റിസൾട്ട് വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭീമമായ തുക കൊടുത്ത് റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ ഒരു പക്ഷേ ഇന്നല്ല എന്നുണ്ടെങ്കിൽ ആ കാശ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വെറും 999 നിങ്ങൾക്ക് പ്രീമിയം ഫീച്ചേഴ്സോട് കൂടി ലൈവ് ആയിക്കോട്ടെ, ലൈവിന്റെ റെക്കോർഡിംഗ് ആയിക്കോട്ടെ, ഇഷ്ടമുള്ള സമയത്ത് കാണാം, നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യാം, എക്സാംസ് ഉണ്ടാവും, ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തെ നമ്മുടെ വിജയം എന്ന് പറയുന്ന 125 ഉദ്യോഗാർത്ഥികളാണ് മെയിൻസിൽ മാത്രമായിട്ട് വന്നിട്ടുള്ളത്. ഇത്തവണ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കൂടി സഹകരിച്ചാൽ അത് ഇരട്ടിയാക്കാൻ സാധിക്കും. LSTS സെക്രട്ടറി പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളിൽ പോലും എംപേപ്പർ ലേണിംഗ് ആപ്പിൽ നിന്നും നല്ല രീതിയിൽ 70-ന് മേലെ ഉദ്യോഗാർത്ഥികളാണ് മെയിൻ റാങ്ക് ലിസ്റ്റിൽ മാത്രമായിട്ട് വന്നിട്ടുള്ളത്. സപ്ലിമെന്ററി എണ്ണി തിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ബാക്കി. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 43 എന്ന് പറയുന്ന മാർക്കിന് മേലെ ഒന്നാം ഘട്ടം എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് സ്വാഭാവികമായിട്ടും അടുത്ത ഒരു പരീക്ഷയ്ക്ക് ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് വെച്ച് അന്തിമമായിട്ട് പ്രഖ്യാപിക്കുന്ന PSC ആണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്നതെല്ലാം സൂചനകളാണ്. കിട്ടിയ സൂചനകളെല്ലാം നമുക്ക് ശരിയായി വന്നിട്ടുമുണ്ട്. എല്ലാ കാലത്തും ശരിയാകണമെന്ന് നിർബന്ധം പിടിക്കാനും സാധിക്കില്ല, അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് വിധേയനെയും ഈ പറയുന്ന 43 മാർക്കിനപ്പുറം നിങ്ങൾ എത്തണം. അതിനുവേണ്ടി 43 എന്ന് പറഞ്ഞ് മനസ്സിൽ വെച്ചുകൊണ്ട് നിന്ന് പരീക്ഷ എഴുതിയാൽ 30 പോലും കിടക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ 100-ന് വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതിൽ തന്നെ PSC ഡിലീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളുടെ എണ്ണം ഒരുപക്ഷെ 5-ൽ കൂടുതലായെന്നിരിക്കാം. കാരണം 5-ൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് അവസാനിക്കാൻ പോകുന്നത്
ചിലപ്പോൾ ഡബിൾ ഡിജിറ്റിലൊക്കെ ആയിരിക്കാം. അത് PSCയുടെ രീതി അങ്ങനെയാണല്ലോ. കൂടാതെ 3 ചോദ്യങ്ങളുടെ ഉത്തരം തന്നെ മാറ്റിമറിച്ചത് വലിയൊരു ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ കണ്ട് പകച്ചു നിൽക്കാതെ അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ഞൊടിയിടയ്ക്കുള്ളിൽ ഉത്തരം കൊടുത്തുകൊണ്ട് മാനസിക സമ്മർദ്ദം, ആശങ്കകളൊക്കെ ഉണ്ടാവും, സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനൊക്കെ അതിജീവിക്കാനുള്ള ഒരു ഉൾക്കരുത്തോടു കൂടി ഒരു പരീക്ഷയെ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ്, മലയാളം, പിന്നെ പെട്ടെന്ന് ഉത്തരം കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള മാത്സ്, റീസണിങ് ചോദ്യങ്ങൾ ആദ്യമേ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. തുടർന്ന് അങ്ങോട്ട് GK വിഭാഗത്തിലേക്ക് കടക്കുകയും കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ അറിയാവുന്ന ചോദ്യങ്ങളാണെങ്കിൽ ഉത്തരം കൊടുക്കുക, അല്ലെങ്കിൽ തുടരുത്, നെഗറ്റീവായി പോകും. മറ്റ് ചോദ്യങ്ങൾ പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ ഹിസ്റ്ററി, സയൻസ് ആൻഡ് ടെക്നോളജി, ജോഗ്രഫി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വേൾഡ് ജോഗ്രഫി പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. വലിയ ചോദ്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അത് വായിച്ചെടുക്കാൻ സമയമില്ല എന്നൊക്കെ വിചാരിച്ച് കടന്നു പോകുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ശ്രമിച്ചാൽ ഉത്തരം കിട്ടും. നമ്മൾ ചോദ്യങ്ങളുടെ വലിപ്പം കണ്ട് പിന്നോട്ട് പോകരുത്. മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ, എല്ലാ ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് ആയിരിക്കില്ല എന്നുള്ള കാര്യം അറിയാമല്ലോ. 1 വേർഡ് ചോദ്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അറിയാവുന്ന ചോദ്യങ്ങൾക്ക് മാത്രമേ ഉത്തരം കൊടുക്കാവൂ. ഒരുപക്ഷെ 50-50 ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ഉണ്ട് എങ്കിൽ രണ്ടാം ഘട്ടത്തിൽ തിരിച്ചു വരുമ്പോൾ, നമുക്ക് സമയമുണ്ട് എങ്കിൽ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ, പരീക്ഷകളിൽ തിരിച്ചു വരുമ്പോൾ 50-50 ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4-5 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ, ഫൈൻ. നിങ്ങൾക്ക് ഈ പറയുന്ന ഹിറ്റ് ആൻഡ് ട്രയൽ അല്ലെങ്കിൽ എലിമിനേറ്ററി മെത്തേഡിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിച്ചാൽ കയറിക്കോ. അല്ലാതെ അതൊരു ഉത്തരം അറിയാത്ത ചോദ്യങ്ങൾക്ക്, അതായത് 1% പോലും ഉത്തരം അറിയാത്ത ചോദ്യങ്ങൾക്ക് എലിമിനേഷൻ മെത്തേഡ് നമുക്ക് പറ്റത്തില്ല. എലിമിനേഷൻ മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളിലാണല്ലോ വരുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത്യാവശ്യം 2 എണ്ണമെങ്കിലും അറിഞ്ഞിരിക്കണം. അത്തരം സന്ദർഭങ്ങളിൽ ആദ്യമേ കയറി കുത്തണ്ട, ഉത്തരം രേഖപ്പെടുത്തി വയ്ക്കുക. രണ്ടാമതൊരു ഘട്ടം കൂടി വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ മിന്നുന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ മിന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനുള്ള ഉത്തരം കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രത്യേകിച്ച് അത് നോട്ട് ചെയ്ത് വയ്ക്കുകയും വേണം. രണ്ടാം ഘട്ടത്തിൽ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ കൊടുക്കുകയും വേണം. 50-50 ആണെങ്കിൽ കൂടിയിട്ടും ഒരുപക്ഷെ 4-5 ചോദ്യങ്ങൾ കൊടുക്കുമ്പോൾ ബാലൻസ് ചെയ്ത് പോകും. നെഗറ്റീവ് മാർക്ക് ചിലപ്പോൾ ബാലൻസ് ചെയ്ത് പോകും. അന്തിമമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് ബാലൻസിങ് അല്ല, നെഗറ്റീവിലേക്ക് പോകും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വളരെ നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്തുകയും ID കാർഡും മറ്റ് ഹാൾ ടിക്കറ്റും എല്ലാം നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വേണം. കൃത്യമായിട്ട്, അതായത് നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആഹാരമൊക്കെ കഴിച്ചിട്ട് പോവുക. അനാവശ്യമായിട്ട് സമ്മർദ്ദങ്ങൾ കൊണ്ടുവരികയോ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ മറ്റുമെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ എക്സാമിനെ ബാധിക്കും. നാളത്തെ ഒരു ദിവസമാണ്, നിങ്ങൾ നന്നായിട്ട് പരീക്ഷ എഴുതി കയറി വരൂ. എന്തായാലും കട്ട് ഓഫ് 43-ന് അപ്പുറം പോകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ 43-ലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഓക്കെ, ഇതിന് ആദ്യഘട്ടത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതാണ് നമ്മുടെ പ്രിലിമിനറിയുടെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ബാക്കി വരുന്ന GK എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കണം. ഈ പറയുന്ന 3 ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാവുന്ന തെറ്റുകുറ്റങ്ങൾ കവറപ്പ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും GK വിഭാഗത്തിൽ പറ്റണമെന്നില്ല. ഓക്കെ, GKയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എലിമിനേഷൻ മെത്തേഡിലേക്ക് പോകുമ്പോൾ, സ്വാഭാവികമായിട്ടും എലിമിനേഷൻ മെത്തേഡിലേക്ക് പോകുമ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്തിട്ട് രണ്ടാം ഘട്ടത്തിൽ തിരിച്ചു വരാൻ സമയം ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലാത്തവർ ഇത് കേൾക്കരുത്. സമയമുണ്ടെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ അത്തരം ചോദ്യങ്ങളെ ഒന്നും കൂടി ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ഉത്തരം OMRൽ തെറ്റ് കൂടാതെ മാർക്ക് ചെയ്യണം. ഓക്കെ, എല്ലാവിധ ആശംസകളും. അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നുണ്ട് ജൂലൈ 4-ന്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വെറും 999 തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് പ്രീമിയം ഫീച്ചേഴ്സ് ആണ്. നിങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടാവത്തില്ല. കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ലാഭമേ നിങ്ങൾക്ക് ഉണ്ടാവത്തുള്ളൂ ജോലിയുടെ കാര്യത്തിൽ. ഓക്കെ, നന്ദി.